ഹലോ ഗായ്സ്, റീസണിങ് ചാലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എസ് എസ് സിക്ക് വേണ്ടി എങ്ങനെ 5 സെക്കൻഡിനകത്ത് നമുക്ക് ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പഠിക്കാം. ഹൗ മെനി ലെറ്റേഴ്സ് ഇൻ സിഗ്നേച്ചർ ആർ ബിറ്റ്വീൻ ഫസ്റ്റ് വോവൽ ആൻഡ് ദ ലാസ്റ്റ് കോൺസോണന്റ്? ഫസ്റ്റ് വോവൽ എന്താ? ഐ ആണ് ഫസ്റ്റ് വോവൽ. ലാസ്റ്റ് കോൺസോണന്റ് ആറാണ് ലാസ്റ്റ് കോൺ. ഈ ഒരു വോവലാണ്. അപ്പോൾ ഐയുടെ ആൽഫന്യൂമറിക്കൽ സീരീസിലെ വാല്യൂ 9. ആറിൻ്റെ എന്താണ് ഗായ്സ്? എപ്പോഴും പറഞ്ഞിട്ട് രാജ, വിരാട് കോഹ്ലി 18. ഇനി ഇവരുടെ നടുക്ക് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5. 5 ആൻസർ ഗൈസ്. ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ജൂറിസ് പ്രുഡൻസ് എന്ന് വെച്ചാൽ എന്താ? സയൻസ് ഓഫ് ലോനെയാണ് ജൂറിസ് പ്രുഡൻസ് എന്ന് പറയാം. ഇനി ഹ്യൂമൻ നോളജിനെ പറ്റി പറയുകയാണ് എസ്റ്റിമോളജി. ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ മാർക്കിന് ഇവിടെ എന്താ വരേണ്ടതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇതെങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ അറിയോ? നമുക്ക് ലാസ്റ്റ് വേർഡിൽ ഒരുപാട് റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരിക്കലും നോക്കരുത്. 5 സെക്കൻഡിൽ ആൻസർ ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ വേരിയബിൾ ഏത് ലെറ്റർ ആണ് നോക്കുക. ദാറ്റ് ഈസ് ഫസ്റ്റ് ലെറ്റർ ആണ് എല്ലാ വേർഡ്സിനും. അപ്പോൾ അത് വെച്ച് ട്രൈ ചെയ്യുക. എമ്മിൻ്റെ ആൽഫന്യൂമറിക്കൽ എന്താ ഗൈസ്? മെത്തേര മെത്തേര മെത്തേര. എന്നോ എം കഴിഞ്ഞിട്ട് എൻ 14. ഓക്കെ, ഓ 15, പി 16, ഇനി വരുന്നത് 17. 17ാമത്തെ എന്താണ് ഗൈസ്? ക്വീൻ 17. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ. QRG ആണ് ആൻസർ. ഇനി അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ മാർക്കിന് ഇവിടെ എന്താ വരാന്ന്. അപ്പോൾ ഇവിടെ വേരിയബിൾ എന്താണ് ഗൈസ്? ലാസ്റ്റ് വേർഡാണ് വേരിയബിൾ വരുന്നത്. ഓക്കെ, ലാസ്റ്റ് വേർഡ് ZXYZ, ലാസ്റ്റ് ലെറ്റർ 26. F 6 ആണ് എഫ്. ഓക്കെ, ലവ് L 12ാം വയസ്സിൽ ആദ്യ പ്രണയം ലവ് L 12. ഓക്കെ, അപ്പോൾ എന്താണ് 6 ഡിഫറൻസ്, 6 ഡിഫറൻസ് വരുന്നുണ്ട്. അടുത്ത് 18, വിരാട് കോഹ്ലി. സോറി, വിരാട് കോഹ്ലി വി അല്ലട്ടാ, ഇത് മറക്കരുത്. ആറാണ് രാജ, കിങ് കോഹ്ലി, കിങ്. ആൻസർ എന്താ? ഡി. ഓക്കെ, വി എന്താണ്? വിയുടെ 22 ആയിരുന്നു. ഓക്കെ, മറക്കരുത്. രാജ 18. കെയോസ് എന്താണ് ഗൈസ്? കെയോസ് എന്ന് പറഞ്ഞാൽ ഡിസോർഡർ. ഓക്കെ, ദിസ് ഇസ് ഡിസോർഡർ. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അബൌട്ട് ഡിസഗ്രിമെന്റ് വരുമ്പോഴാണ് കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവുക. നെഗോസിയേഷൻ, ഇറ്റ് ഈസ് അറ്റംപ്റ്റ് ടു സോൾവ് കോൺഫ്ലിക്റ്റ്. അറ്റംപ്റ്റ് ടു സോൾവ് കോൺഫ്ലിക്റ്റ്. റെസൊല്യൂഷനോ? കോൺഫ്ലിക്റ്റ് സോൾവ്ഡ്. ഓക്കെ, കോൺഫ്ലിക്റ്റ് സോൾവ്. അപ്പോൾ എന്താണ് ഡിസോർഡർ കഴിഞ്ഞാൽ? ഡിസോർഡറിന് കാര്യം ഒരു ഡിസഗ്രിമെന്റ് എന്താ? നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത് അതിനെ സോൾവ് ചെയ്യും. ഇപ്പോൾ കോൺഫ്ലിക്റ്റ് തീർന്നു. കോൺഫ്ലിക്റ്റ് തീർന്നാൽ എന്താ? സമാധാനം, ഹാർമണി. ദാറ്റ് ഈസ് പീസ് ആൻഡ് ബാലൻസ്. ഹാർമണി ഇസ് റൈറ്റ് ആൻസർ. വിച്ച് വേർഡ് ഡസ് നോട്ട് ബിലോങ് ടു ദിസ് കാറ്റഗറി? ഇതൊരു ഫ്ലവറാ. ടൂലിപ്പും ഹൈബിസ്കസും ഫ്ലവറാ. ആപ്പിൾ ഒരു ഫ്ലവർ അല്ല, ഡെയ്സി ഒരു ഫ്ലവർ. അപ്പോൾ ഡിസ് നോട്ട് ബിലോങ്, ആപ്പിൾ ആണ് ആൻസർ. വിച്ച് കംസ് നെക്സ്റ്റ്? ഇത് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യനാണ്. 0 6 24 60 120. ഇനി അടുത്ത എന്താണ് ചോദിക്കുന്നത്? ഇവ തമ്മിൽ ഡിഫറൻസ് 6, ഇവ തമ്മിൽ ഡിഫറൻസ് 18, ഇവ തമ്മിൽ ഡിഫറൻസ് 6 36, ഇവിടെ തമ്മിൽ ഡിഫറൻസ് 60. ഓക്കെ, ഇനി ഇവർ തമ്മിൽ ഡിഫറൻസ് 12, ഇവ തമ്മിൽ ഡിഫറൻസ് 18, ഇവർ തമ്മിൽ ഡിഫറൻസ് 24, ഇനി ഇവർ തമ്മിൽ ഡിഫറൻസ് 30 ആയിരിക്കണം. ഓക്കെ, ഇവിടെ വരുന്നത് 90. അപ്പോൾ 120 പ്ലസ് 90 എന്ന് പറയുമ്പോൾ 210. നല്ലൊരു ക്വസ്റ്റ്യനാണ്. 210 ആൻസർ. ഓക്കെ, ഇതും അത്യാവശ്യത്തിന് നല്ല ക്വസ്റ്റ്യൻ തന്നെയാണ്. 3 4 13 14 45 46. ഓക്കെ, നോക്ക്. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? 3 into 1 ആണല്ലോ 4. 3നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതുകഴിഞ്ഞിട്ട് പ്ലസ് 1 ചെയ്യുമ്പോഴാണ് 4 എന്ന് കേട്ടോ. ഇനി 4 മൾട്ടിപ്ലൈ വിത്ത് ഫസ്റ്റിന് 3നെ ഇൻറ്റു 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു പ്ലസ് 1 ചെയ്തു. ഇനി 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 12 പ്ലസ് 1 ചെയ്യണം. ഇനി ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പ്ലസ് 1 ചെയ്യണം. ഇവിടെ 45 ചെയ്യണം, പ്ലസ് ഇൻറ്റു 3, അപ്പോൾ 42 കിട്ടും. പ്ലസ് 3 ആണ്. ഇവിടെ ഇൻറ്റു 1 പ്ലസ് 1. ഒരു ഓർഡർ ശ്രദ്ധിച്ചോ? നോക്കി, ഇവിടെ എല്ലാം കോൺസ്റ്റന്റ്. ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 1. പക്ഷെ ഇവിടെ ഇൻക്രീസ് ആവുന്നുണ്ട്. ഇൻറ്റു 3 പ്ലസ് 1, ഇവിടെ ഇൻറ്റു
3 + 3. അപ്പോൾ നെക്സ്റ്റ് എന്താ വരിക? നെക്സ്റ്റ് വരുന്നത് ദാറ്റ് വിൽ ബി ഇൻറ്റു 3 + 5 വരെയും വരിക. ദാറ്റ് വിൽ ബി 143, റൈറ്റ്? 138 + 5 143, 143. അപ്പോൾ ആൻസർ ഈസ് 143. ഓക്കെ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ്. നോ സ്റ്റുഡൻറ് ഓഫ് ക്ലാസ് 10 ഫെയിൽഡ് ഇൻ ദ സയൻസ് എക്സാം ദിസ് ഇയർ. കൺക്ലൂഷൻ എന്ന് പറയുന്നത് ദ സയൻസ് എക്സാം വാസ് വെരി ഈസി. അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ബോർഡ് എക്സാമിലൊക്കെ നോക്കി നോക്ക്, ഓൾമോസ്റ്റ് അല്ലാതെ നന്നായി പഠിച്ച കാരണമായിരിക്കാം. അങ്ങനെ ഒരു ഫിക്സ്ഡ് ആയിട്ടൊരു കൺക്ലൂഷൻ പറയാൻ പറ്റില്ല. പേപ്പർ നല്ല എളുപ്പമായിരുന്നു, അതുകൊണ്ട് എല്ലാവരും പാസ്സതല്ല. പിള്ളേർ പഠിച്ചു പാസ്സായി. ഓക്കെ, ഓൾ ദ സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 10 പാസ് ദ എക്സാം. ഓ, അത് പറയാൻ പറ്റില്ല ഡെഫിനറ്റ്ലി. ഓക്കെ, ആരും തോറ്റില്ലെന്ന് പറഞ്ഞാൽ എന്താ? ഒബ്വിയസ്ലി എല്ലാവരും പാസ്സായി. അതാണ് ആൻസർ. അപ്പോൾ only conclusion 2 follows. Quantum computing has the potential for faster data processing than classical computing. In assumption 2, quantum states are inherently unstable, making large-scale quantum computing unfeasible. Recent advancements in quantum computing have resolved the issue of quantum state stability. Sorry, statement വായിച്ചില്ല. Okay, although advancement in quantum computing have significant improvement processing speeds, the stability of quantum states remain a critical barrier to developing large-scale quantum computing for practical application. എന്തൊക്കെ പറയുന്ന അഡ്വാൻസ്മെന്റ് ഇൻ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ്മെന്റ് ഉണ്ട് ഇൻ സ്പീഡ്, പ്രോസസിംഗ് സ്പീഡ് സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ്മെന്റ് ഉണ്ട്. സ്റ്റെബിലിറ്റി ഓഫ് ദ ക്വാണ്ടം റിമെയിൻസ് ക്രിട്ടിക്കൽ ബാരിയർ ഫോർ ഡെവലപ്പിംഗ് ലാർജ് സ്കെയിൽ ക്വാണ്ടം കമ്പ്യൂട്ടർ ഫോർ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. ഓക്കെ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആസ് എ പൊട്ടൻഷ്യൽ ഫോർ ഹയർ സ്പീഡ്. ഒബ്വിയസ്ലി ഇത് ശരിയാ, അത് പറയുന്നുണ്ട്, ഇതിവിടെ പറയുന്നുണ്ട്. ഓക്കെ, പ്രോസസിംഗ് സ്പീഡ്. ഓക്കെ, ക്വാണ്ടം കമ്പ്യൂട്ടർ ആർ ഇൻഹറന്റ്ലി അൺസ്റ്റേബിൾ. ഓക്കെ, ഇതും പറയുന്നുണ്ട്. റിമൈനിങ് ക്രിട്ടിക്കൽ ബാരിയർ പറഞ്ഞിട്ട് ഇതും പറയുന്നുണ്ട്. ഓക്കെ, സ്റ്റെബിലിറ്റിയുടെ കാര്യം, അപ്പോൾ ഇതും ശരിയാ. തേർഡ്, റീസെന്റ് അഡ്വാൻസ്മെന്റ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഹാവ് റിസോൾവ് ദി ഇഷ്യൂ ഓഫ് ക്വാണ്ടം സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി. ഇത് പറയുന്നില്ല, ഇതെവിടെയും പറയുന്നില്ല. ഓക്കെ, ഓൺലി 1 and 2. These letters of the word garden is arranged in numerical series. അപ്പോൾ എ ആദ്യം വരും, അത് കഴിഞ്ഞിട്ട് ഡി വരും, അത് കഴിഞ്ഞിട്ട് ജി വരും, അയ്യോ സോറി ഇ വരും, ഇ വരും, അത് കഴിഞ്ഞിട്ട് ജി വരും, ഇ ജി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എൻ വരും, അത് കഴിഞ്ഞിട്ട് ആർ വരും. How many alphabets are there in the English alphabetic series between the letter that is fifth from the left? Fifth 1 2 3 4 5, fifth from the left, and the one that is third from the right. Third from the right 1 2 3, G7, N is 14. എങ്ങനെ നമ്പർ ഓഫ് കണ്ടുപിടിക്കുക? ദാറ്റ് ഈസ് 14 - 7 -1 കൂടി ചെയ്യണം. ഓക്കെ, ദിസ് വെരി എസെൻഷ്യൽ. ഇവിടെ 6 ആൻസർ, 6 ഇസ് ആൻസർ. ഓക്കെ, 6. How many meaningful 4-letter English word can be formed using the first, second, and fourth? First, second, fourth, and fifth letter of the word. Okay, ഇതിന് ഏതൊക്കെ വേർഡ് ഫോം ചെയ്യാൻ പറ്റും? ഫസ്റ്റ് വേർഡ് VEAL, വീൽ. ഓക്കെ, ഓക്കെ, സെക്കൻഡ് വേർഡ് VALE. ഓക്കെ, തേർഡ് വേർഡ് LAVE. 3 വേർഡ്സ് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഐഡന്റിക്കൽ ടു ദ ഗിവൺ അഡ്രസ്? രാജേഷ് വർമ്മ, 15B. ഫസ്റ്റ് നോക്കുക, 30201. ഇവിടെ 19 ഇതല്ല, ഇവിടെ 17 ഇതല്ല. നോക്കുക, ടവേഴ്സ് എന്നുണ്ട്, ഇവിടെ വെറും ടവർ എന്നുള്ളത്, ഇതും അല്ല. 1 ആണ് ആൻസർ, 1 ഓൺലി. നോക്ക്, ഫസ്റ്റിൽ എല്ലാത്തിലും N. അപ്പോൾ ഫസ്റ്റ് നോക്കിയിട്ട് കാര്യമില്ല. ആ സെക്കൻഡ് വൺ നോക്ക്, സെക്കൻഡ് വൺ കിങ്സ് 11 പഞ്ചാബ്, യെസ് 19. ഓക്കെ, P പ്രിൻസ് 16. ഇവിടെ എത്ര ഇൻക്രീസാ? 1 + 8, അപ്പോൾ ഇവിടെയും +8, അപ്പോൾ 24 വരണം. എക്സ് വേണം. ഓക്കെ, NX ആണ് ആൻസർ. ഓക്കെ, ഇനി നോക്കുക, NU എന്ന് പറഞ്ഞത് UN തിരിച്ചിട്ടു, അപ്പോൾ GHG വേണം. ഓ, എല്ലാ ഓപ്ഷനും തന്നെ. ഇനി ലാസ്റ്റ് നോക്ക്, ER ഉള്ളത് അതും തിരിച്ചിട്ടു, RE എന്നാക്കി, അപ്പോൾ ലാസ്റ്റ് ST വേണം. അത് ഓക്കെ, ST. TS അല്ല, ST ഒരേ ഒരു ഓപ്ഷൻ ഉള്ളതാണ് ആൻസർ. Introducing a boy, a girl said, he is the son of my mother's only son. മദേഴ്സ്, ഗേളിൻ്റെ മദർ ഉണ്ട്, ഗേൾ ഇവിടെ വരുന്നു, ഗേളിൻ്റെ മദർ സൺ എന്ന് വെച്ചാൽ ഗേളുടെ ബ്രദർ. ഓക്കെ, ഗേൾസ് ബ്രോ. ഓക്കെ, ബ്രോയിൻ്റെ ഓൺലി സൺ ആണ് ഈ കൊച്ച്. ഓക്കെ, ഹു ഈസ് എ ബോയ് ടു ദ ഗേൾ? ആരായിട്ട് വരുന്നത്?
നോക്ക്, ഇതിങ്ങനെ ഗേളിന്ന് ബോയിലേക്ക് പോവാം. ബ്രദറിന്റെ മകൻ, നെഫ്യൂ. ഓക്കെ, വൺ നമ്പർ ദ ഡസ് നോട്ട് മാച്ച് ഫാക്ടോറിയൽ സീരീസ്. 2 ഇൻറ്റു 3 6, ഇൻറ്റു 4 24, ഇൻറ്റു 5 24, 5 120, ഇൻറ്റു 6 സെറ്റ് ഇത് വരുന്നത്. ഇനി ഇൻറ്റു 7 അല്ല വരുന്നത്. അപ്പോൾ ഇതാണ് തെറ്റ്. അപ്പോൾ 1000 ആണ് ആൻസർ. നോക്ക്, 11 ഇൻറ്റു 2 22, 22 44, ഇൻറ്റു 2 26, ഇൻറ്റു 2 50 ശരിയാ, 30 60 ശരിയാ. 14 28 ഇൻറ്റു ഇവിടെ തെറ്റാ, ഇൻറ്റു 2 തെറ്റാ. അപ്പോൾ ഇതാണ് ആൻസർ 14. ഇതാണ് ആൻസർ. നമുക്ക് ഇവിടെ Z ആട്ടോ, 2 അല്ല. ഓക്കെ, ലാസ്റ്റ് ലെറ്റർ എല്ലാത്തിനും എഫ് ആവും. ഒബ്വിയസ്ലി എഫ് അല്ല, അത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി സെക്കൻഡ് ലാസ്റ്റ് നോക്കട്ടെ. ഇത് ജസ്റ്റ് +2 ആണ്. W+2 ആണ് Y. R+2 രാജ 18, +2 ആണ് 20, +2 ആണല്ലോ, വേറെ ഒന്നുമില്ല. +2 ആണ് കൊടുത്തത്. അപ്പോൾ R+2 എന്താ? R+2 T, E+2 ഈസ് G, A+2 ഈസ് C, D+2 ഈസ് F. ഇത് ആൻസർ. ഇത് ഭയങ്കര സിമ്പിളാണ് ഗൈസ്. 5 ഇൻറ്റു 3 പ്ലസ് 4 ആണ് 19. ഇനി 7 ഇൻറ്റു 2 പ്ലസ് 14 പ്ലസ് 3 ആണ്. ഇപ്പോൾ പാറ്റേൺ ശ്രദ്ധിച്ചില്ലേ? ഇനി 9 ഇൻറ്റു 1 പ്ലസ് 2 എത്ര നോക്ക്, ഈക്വൽ ടു 11. ഓപ്ഷൻ ഉണ്ടാവും 2. അതാണ് ആൻസർ. എ 60 ലിറ്റർ ഹാസ് മിൽക്ക് വാട്ടർ ഇൻ ദ റേഷ്യോ 7:3. അപ്പോൾ വാട്ടർ എന്ന് പറയുമ്പോൾ മിൽക്ക് ആദ്യം, മിൽക്ക് 7:3, 7 plus 3 10 into 60 divided by 10 is 6. 7 into 6 is 42, and water it is 18. And how much water should be added to make the ratio 1:1? 18, 42 minus 18, that is just 24. 24 is option D. Okay, Ramesh says the boy playing football is the younger of the two sons. ഓക്കെ, ഒരു ബോയ് ഫുട്ബോൾ കളിക്കുന്നു. ഹീ ഈസ് എ യങ്ങർ ഓഫ് ദ 2 സൺ. 2 സൺ ഉണ്ട്. ഇതാണ് ബോയ്. ഓക്കെ, ദിസ് ഇസ് എ ബോയ്. യങ്ങർ ഓഫ് ദ 2 സൺസ് ആൻഡ് ഈസ് എ യങ്ങർ ബോയ്. യങ്ങർ ഓഫ് ദ 2 ഓഫ് മൈ ഫാദേഴ്സ് വൈഫ്. ഇവരുടെ ഫാദേഴ്സ് വൈഫ് ഒബ്വിയസ്ലി ഈസ് മദർ ഓഫ് ദ ഫാദേഴ്സ് മദർ. ഓക്കെ, ഫാദർ ആൻഡ് ദ മദർ. ഓക്കെ, ഇതാണ് രമേശ്. രമേശിൻ്റെ ആരാണ് യങ്ങർ? അത് ഈസ് ബ്രദർ. ഇവിടെ എന്ത് ചെയ്യണ്ടേ? എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 11/19 മൈനസ് 2/9. നോക്കുക, ഈ 11/19 തന്നെയുണ്ട് 0.5 സംതിങ്. ബാക്കിയുള്ള എല്ലാ ഓപ്ഷനും മൈനസ് ഈ 2, ഇത് 2/9. ബാക്കിയുള്ള എല്ലാ ഓപ്ഷനും ഇതിനെക്കാട്ടും വലുതാണ്. അപ്പോൾ ഇതൊക്കെ ക്യാൻസൽ ചെയ്തോളാം. അല്ല സോറി, ബാക്കിയുള്ള 6 ക്യാൻസൽ ചെയ്താൽ 7 ക്യാൻസൽ 5 ഇതെന്തായാലും വരില്ല. അപ്പോൾ ആൻസർ 0.36. ഓക്കെ, 35 പ്ലസ് 46 ദാറ്റ് ഈസ് 81 ഇൻറ്റു 2 ദാറ്റ് വിൽ ബി 162. That is answer.